അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഹിദായത്ത് സ്റ്റോറി കാത്തിരിക്കുന്ന കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ, റാഹത്തല്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റോറിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു നിങ്ങളെ വിശേഷങ്ങൾ ചോദിക്കാനായിട്ടും കൂടി വരുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം എന്നും കഥയായി പോരല്ലോ അല്ലേ. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണ്ടേ. എന്തൊക്കെയുണ്ട് മക്കളെ നിങ്ങളെ വിശേഷങ്ങൾ? സുഖല്ലേ, റാഹത്തല്ലേ? നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എല്ലാവർക്കും റാഹത്തോടു കൂടി നോറ്റ് വീട്ടാനൊക്കെ കഴിഞ്ഞാലല്ലേ. ഇനിയും നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ളതും പഠിച്ച റബ്ബ് നല്ല രീതിയിൽ റാഹത്തോടു കൂടെ നോറ്റ് വീട്ടുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് പഠിച്ചതിനുള്ള ആരോഗ്യം നൽകട്ടെ അല്ലേ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളെ ഹിദായത്ത് സ്റ്റോറിയിൽ ഇന്നലെ ഏകദേശം ഒരു 17,000-ഓളം ആളുകളാണ് നമ്മൾ ഈ സ്റ്റോറി ഇന്നലെ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി എന്നത് ഞാൻ നട്ട പാതിരേക്കാണ് ഇടല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റെക്കോർഡിങ് പിന്നെ തറാവിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് ടൈം ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം റെക്കോർഡിങ് ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ 12:30 മണിക്കൊക്കെയാണ് ഇത് ഏകദേശമൊക്കെ ഞാൻ അപ്ലോഡാക്കി അങ്ങനെ യൂട്യൂബ് കയറില്ലേ അല്ലേ. അപ്പോൾ എന്നാലും ആ സമയത്തും ഉണ്ടാവും കേട്ടോ ആൾക്കാർ. എനിക്ക് അതാണ് ഇപ്പോൾ ഒരു അത്ഭുതം. കാരണം ആ സമയത്ത് പോലും ആളുകൾ നമ്മളെ സ്റ്റോറി കാണാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇതാണ്, എന്തെന്ന് അറിയില്ല, ഒരു മനസ്സൊക്കെ നമ്മളോട് ഇത്ര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു തോന്നലാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയല്ല. പിന്നെ കുറച്ച് ആൾക്കാർ രാവിലെ തന്നെ കാണും കേട്ടോ, കണ്ട് കമൻറ്റിലുണ്ട്. സത്യം പറഞ്ഞൊക്കെ കാണുമ്പോഴൊക്കെ പഠിച്ചവനെ നമ്മളെ കഥ കേൾക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. എന്തായാലും പഠിച്ച റബ്ബ് നിങ്ങൾക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. പിന്നെ 3 സ്റ്റോറിയും കൂടി ആയതുകൊണ്ട് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കാരണം 3 സ്റ്റോറിയും കൂടി നമ്മളെ മലപ്പുറത്തൊരു 30 മിനിറ്റ് ഇടും, പിന്നെ മറ്റേതൊരു 15-20 മിനിറ്റ്, ഇത് 15 മിനിറ്റ്, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് വിടലല്ലേ. അപ്പോൾ നിങ്ങൾ ഒഴിവിനനുസരിച്ച് ടൈം ഉണ്ട് കേട്ടാൽ മതി കേട്ടോ. ഈ ഭാഗത്തുനിന്ന് മുടക്കുന്ന ഒരിക്കലും സ്റ്റോറി കേൾക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. ഇത് ഒരുപാട് ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയണത് നമ്മളെ നാട്ടിലത്തെ ഓരോ സ്റ്റോറി കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതേ ഉള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞൊരു കമൻറ്റ് എന്നൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ പോലെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നമ്മൾ ഇടുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെയാണ് നമ്മളെ ഉസ്താദിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ ഉസ്താദിൻ്റെ ഒരു അവസ്ഥ അല്ലേ. അതായത് ഉസ്താദ് എന്ന് വെച്ചാൽ നമുക്ക് പാവം തോന്നും. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭാര്യ, തീരെ ഒരു സഹകരണം ഇല്ലാത്ത ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമുള്ള സംഭവമാണുള്ളത്. എത്ര പ്രതീക്ഷയോടെയാണ് വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുക. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇടങ്ങാറാണല്ലോ. കാരണം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളോട് നമ്മളെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായാലും സഹകരണം ഇല്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മൾ ഷെഫി ഉസ്താദിൻ്റെ ജീവിതമൊക്കെ എന്താവും നമുക്ക് നോക്കാം. കാരണം ഒന്നാമത്തെ തന്നെ അങ്ങനെ ആയി തീർന്ന്, രണ്ടാമത്തത് ഇതും അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും പഠിച്ചവനെ എനിക്ക് വിവാഹ ജീവിതം എന്നുള്ള സംഭവമൊന്നും എൻ്റെ ജീവിതത്തിലില്ലേ, എനിക്കത് പറ്റൂലേ, അങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അല്ലേ. അങ്ങനെ ഉസ്താദിന് തന്നെ അങ്ങനെ തോന്നി തുടങ്ങണം പഠിച്ചവനെ എൻ്റെ ജീവിതം എന്തത് അങ്ങനെയൊക്കെ. പക്ഷേ എന്തൊക്കെ തന്നെയാലും ക്ഷമിക്കുക എന്നുള്ളൊരു സംഭവം നമ്മളെല്ലാ സ്റ്റോറിയിലും നമ്മൾ പറയുന്നുണ്ട്. ക്ഷമ ഈമാൻ്റെ ഭാഗമാണ്. ക്ഷമിക്കുന്നവർക്ക് വിജയമുണ്ടെന്നാണ്. ശരിയാണ്, ക്ഷമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല റാഹത്തിൽ എല്ലാം ആവുന്നുണ്ട്, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ക്ഷമ എല്ലാത്തിലും വേണമെന്നാണ് പറയണത്. ക്ഷമിച്ചു കഴിഞ്ഞാൽ പഠിച്ച റബ്ബ് നമുക്ക് അതിനുള്ള പ്രതിഫലം നൽകും. അതിനൊക്കെ ഒരു ഉദാഹരണം കൂടി ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമ്മൾ സ്റ്റോറി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ലപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ സോറി പറയണം. ഇന്നിപ്പോൾ ഉസ്താദിൻ്റെ സ്റ്റോറി ആയിട്ട് അങ്ങനെ ഇല്ല. ഇന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാമെന്നൊക്കെ. അപ്പോൾ എന്തൊക്കെ തന്നെയല്ല നമ്മൾ ഏകദേശം അല്ലേ നമ്മൾ ആദ്യത്തെ 10 അവസാനിച്ച് തുടങ്ങിയല്ലോ അല്ലേ. ഇനിയിപ്പോൾ
ഇൻഷാ അല്ലാ ആർക്ക് എങ്ങനെ എന്തൊക്കെ ഒന്നും പറയാൻ പറ്റൂല. നമുക്ക് നോമ്പ് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആവുമോ അതും പറയാൻ പറ്റൂല. എന്തായാലും പഠിച്ചെറുപ്പന്മാർക്ക് എല്ലാവർക്കും നമ്മളെ മക്കൾക്കും നമ്മളെ മാതാപിതാക്കൾക്കും അതാണ് നമുക്ക് ഭയങ്കര വേദന. നമ്മളൊരു പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെ നമ്മളെ മക്കളായാലും മാതാപിതാക്കൾ സഹോദരങ്ങളായാലും അവർ നമ്മൾ കൺമുമ്പിൽ നിന്ന് പോകുമ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അത് സത്യം പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്തതാണ് അല്ലേ. അപ്പോൾ പഠിച്ചവനെ ഒരിക്കലും ഞങ്ങളിരിക്കെ ഞങ്ങളെ മക്കളെ നീ കൊണ്ടുപോകില്ലല്ലോ. ഒരിക്കലും നമ്മളെ മാതാപിതാക്കളും നമ്മളുള്ളപ്പോൾ മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണില്ല, മക്കളും അല്ലേ. അങ്ങനെ എത്ര അപ്പോൾ ഞാൻ പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം വരും അല്ലേ. നമ്മൾ ഷഹബാസിൻ്റെ കഥയൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ തന്നെയായാലും അത് ഇപ്പോഴും ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ ആ കുട്ടീനെ ഇങ്ങോട്ട് ഓർമ്മ വരികയാണ്. എന്തായാലേ പഠിച്ചറപ്പ് അവർക്ക് ക്ഷമ നൽകട്ടെ, മാതാപിതാക്കൾക്ക് ആ കുട്ടിയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളെ ഷെഫി ഉസ്താദ് നല്ല സങ്കടമാണ് കേട്ടോ. ഉമ്മാനെ വിട്ട് പോകുന്ന സങ്കടം ഒന്നാമത്. അതായത് പ്രത്യേകിച്ച് ഈ ബാപ്പാരില്ലാതെ അങ്ങനെ വളർന്നുണ്ടായ മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ. ഉമ്മമാർക്ക് ആ മക്കളോടും ഭയങ്കര സ്നേഹമായിരിക്കും. കാരണം സ്നേഹം ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ സ്നേഹം കൊടുക്കുന്നത് ഈ ഉമ്മനല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മയെ വിട്ടു പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് എന്തൊക്കെ തന്നെയാലും നല്ല വേദന ഉണ്ടാവും. പക്ഷെ ഒരു പെണ്ണിന് വേണ്ടി പോകുന്നത് അതും ശരിയല്ല അല്ലേ. എന്തൊക്കെ തന്നെയാലും പടച്ചറബ് നമ്മുടെ ഷെഫി ഉസ്താദിനെ സന്തോഷത്തിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഉസ്താദിനെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളുണ്ട്, ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. ഉസ്താദിനെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം നല്ല ഇഷ്ടം പോലെ നല്ല ഫാഷനിൽ നടക്കുക, അങ്ങനെ ഉസ്താദാവുമ്പോൾ നടക്കൂല, അങ്ങനത്തെ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. ഉസ്താദിൻ്റെ ഫാമിലി ആകുമ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും, എല്ലാ അറിവുകളും ഉണ്ടാവും, കാര്യങ്ങൾ അതിനനുസരിച്ചുള്ള ജീവിതവും കാര്യങ്ങളും അങ്ങനെയൊക്കെ. പിന്നെ പലരും പറയും ഉസ്താദിനെ കല്യാണം കഴിച്ചാൽ പൈസ ഉണ്ടാവില്ല, അങ്ങനത്തെ ചിന്താഗതി ഉള്ളവരും ഉണ്ട്. ഉസ്താദിനെ കല്യാണം കഴിച്ചാൽ രക്ഷപ്പെടും, ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും എന്ന് പറയുന്നവരും ഉണ്ടാവും. അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് ആൾക്കാർ ഞാൻ അങ്ങനെ എഴുതിയത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉസ്താദിനെ കല്യാണം കഴിക്കുക എന്നുള്ളത്, ഒരു ഉസ്താദിൻ്റെ കൂടെ ജീവിതം എന്നുള്ളത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അതിന് മുമ്പ് നമ്മളെ നൂർ ഫാത്തിമയുള്ള സ്റ്റോറിയിൽ ആദ്യം നമ്മൾ ഉസ്താദിൻ്റെ ഒരു സ്റ്റോറി വിട്ടപ്പോൾ അന്ന് പലരും കമൻ്റ് ഇട്ടിട്ട് ഞാനൊരു ഉസ്താദിൻ്റെ ഭാര്യയാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, റാഹത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പെണ്ണെനിക്ക് വിളിച്ചിരുന്നു, ഞാനൊരു ഉസ്താദിൻ്റെ ഭാര്യയായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം സന്തോഷം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എന്താ അറിയില്ല, എന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നിട്ട് ഇന്നിപ്പോൾ വേറൊരാളെ കല്യാണം കഴിച്ചു. ഇന്നെ വേറൊരു ഉസ്താദ് തന്നെയാണ് കല്യാണം കഴിച്ചത് കേട്ടോ. വേറെ ഉസ്താദ് കല്യാണം കഴിച്ചിട്ടും എനിക്ക് എൻ്റെ ആദ്യത്തെ ഭർത്താവിനെ തന്നെ എനിക്ക് കാണാൻ തോന്നുക, എൻ്റെ ആദ്യത്തെ ഭർത്താവിനോട് ഇപ്പോഴൊരു ഇഷ്ടം തോന്നുക, എൻ്റെ ആദ്യത്തെ ഉസ്താദിനെ എനിക്ക് കിട്ടണം തോന്നുക. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ ഒരു കുട്ടി എനിക്ക് വിളിച്ചു ശരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തൊക്കെ തന്നെയല്ലേ രണ്ടാമത് വിവാഹം കഴിഞ്ഞില്ലേ, ഇനി ഓരോട് പൊരുത്തപ്പെട്ട് ജീവിക്കല്ലേ നമ്മൾ വേണ്ടത്. ഇനിയും പഴയ ഭർത്താവിനെ ആലോചിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിരിക്കലല്ലേ വേണ്ടത്. പഴയ ഭർത്താവ് അപ്പം ഞാൻ ചോദിച്ചു, പഴയ ഭർത്താവിന് പെണ്ണുങ്ങളോട് വല്ല ബന്ധം ഉണ്ടായിരുന്നു ചോദിച്ചു, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളോട്. അപ്പോൾ പറഞ്ഞു അതൊന്നുമില്ല, വേറെ പെണ്ണുങ്ങളോടുള്ള ബന്ധമൊന്നുമില്ല, പക്ഷെ എന്നോട് എന്തോന്നറിയില്ല ഒരു മൂഡ് ഓഫ്, മൊത്തത്തിലൊരു അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് ഉണ്ടായത്. അതുപോലെ ഒരിക്കലും വേറെ പെണ്ണുങ്ങളായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും എന്താ അറിയില്ല, ഈ പെണ്ണ് എന്തൊക്കെ തന്നെയാലും ഈ പെണ്ണ് പറയണത് എനിക്ക് എൻ്റെ ആദ്യ ഭർത്താവിനെ തന്നെയാണ് ഇഷ്ടം. ശരിക്കും നടന്ന സംഭവം. നമ്മളെ സ്റ്റോറി കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതൊക്കെ ഓരോ കള്ളക്കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി പറയാമെന്നൊക്കെ വിചാരിക്കില്ലേ. അങ്ങനെയല്ല കേട്ടോ, ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവമാണ്. പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തൊക്കെ തോന്നി. ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്കിപ്പോഴും എൻ്റെ ആദ്യ ഭർത്താവിനെ തന്നെയാണ് ഇഷ്ടം. എന്താ അറിയില്ല, രണ്ടാമത് എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കണത്, രണ്ടാം ഭർത്താവിൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കണത്, ഞാനിവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ശരീരം ഇവിടെ തന്നെ, എൻ്റെ മനസ്സിപ്പോഴും എനിക്ക് ആദ്യ ഭർത്താവിൻ്റെ കൂടെയാണ്, എനിക്ക് അദ്ദേഹത്തിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി എനിക്കിങ്ങനെ ഒരുപാട് വോയിസ് കിട്ടും. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥകളിലെ
അപ്പോൾ നമ്മൾ വിചാരിക്കും പഠിച്ചവനെ സ്നേഹിക്കുന്നവർ തമ്മിൽ മനസ്സ് അങ്ങനെ അവർ ഒന്നാകട്ടെ, അങ്ങനെ അവ പ്രശ്നമില്ലല്ലോ, പരസ്പരം സ്നേഹം കൊടുക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ നിങ്ങളെപ്പോഴും എൻ്റെ വീഡിയോയിൽ ഈ കിച്ചണും കാര്യങ്ങളൊക്കെ അല്ലേ കാണല്. അതായത് ഞാനിവിടെ എന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങിയ സമയമാണ് ഇപ്പോൾ. അതായത് ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ 11 മണി കഴിഞ്ഞ സമയമാണല്ലോ. ഈ ഒരു സമയത്ത് വെച്ചാൽ ഞാൻ ബെഡ്റൂമിൽ പോയാൽ എൻ്റെ മക്കൾ ഹസ്ബൻഡും കിടക്കണ അവിടെയൊക്കെ ആകുമ്പോൾ ഇവിടെ വെളിച്ചമൊക്കെ ഇട്ടിങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ എന്താട്ടും ഇവിടെ വർക്ക് ഏരിയയ്ക്ക് വരും. വർക്ക് ഏരിയയിലാകുമ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു കാറ്റും ഉണ്ടാവും തണുപ്പും ഉണ്ടാവും. അവിടെ ഒരു ഗ്രില്ല് ഉണ്ട്, ഇവിടെ അതുപോലെ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല കാറ്റും ഇതൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ അത്ര ഇവിടെ ഫാനില്ല കേട്ടോ. ഫാനിൻ്റെ ഇവിടെ ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷെ കൊടുത്തിട്ടൊന്നുമില്ല. എന്നാലും നല്ലൊരു തണുപ്പ് വേണമെന്ന് ആർക്കും ഒരു ശല്യമില്ല. നമ്മളിങ്ങനെ ഒരാൾ ശല്യപ്പെടുത്തരുതല്ലോ. നമ്മളിപ്പോൾ എത്ര നമ്മൾ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും അവരെ അടുത്തുനിന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ റെക്കോർഡിംഗ് ഒക്കെ ഇവിടുന്ന് കഴിച്ചിട്ടാണ് ബെഡ്റൂമിലേക്ക് പോകാറുള്ളത് കേട്ടോ. അപ്പം ഞങ്ങളോട് എന്തായാലും ഇന്നത്തെ ഷെഫി ഉസ്താദിൻ്റെ വീഡിയോ കാത്തിരിക്കുന്നതിലോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്നും വിചാരിച്ചു. ഓരോ ഭാര്യ ഭർത്താക്കന്മാരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രീതിയിൽ പോകുന്ന കുടുംബങ്ങൾ പെട്ടെന്ന് ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയി പോകുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ അന്നിപ്പോൾ ഏകദേശം ഒരു 1-2 വർഷത്തിൻ്റെ ഉള്ളിലൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു 3 കുട്ടികളെ ഞാൻ അവിടെ പറഞ്ഞിക്കണോ അറിയില്ല. 3 കുട്ടികൾ നല്ല സുഖം കേട്ടോ, നല്ല സുഖം എന്ന് വെച്ചാൽ ഭർത്താവ് ഇഷ്ടം പോലെ ക്യാഷ് അയക്കണത്, വലിയ വീടും കാര്യങ്ങളും, അങ്ങനെ മൊത്തത്തിലെല്ലാം തന്നെ സെറ്റപ്പായ ഒരു ജീവിതം. അതിൽ ഒരു ദിവസം ഈ പെണ്ണ് ചെറിയ മക്കളൊക്കെ ഉണ്ട്. ആ മക്കളൊക്കെ ഉറക്കി കെടുത്ത സമയത്ത് രാത്രി ഈ പെണ്ണ് ആരുടെ കൂടെ പോയിക്കണം. ഈ മക്കൾ എണീറ്റിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഉമ്മച്ചിയെ ചെറിയ മോള് വരെ, ചെറിയ കുട്ടിയാണ്, ആ മോള് വരെ വിളിച്ചിങ്ങനെ ചോദിക്കുകയാണ് ഉമ്മച്ചിയെ എന്നൊക്കെ പറഞ്ഞിട്ട്. മൂത്തത് ആൺകുട്ടികളെ തോന്നുന്നുണ്ട്. ഇങ്ങനെ ആ കുട്ടികളിങ്ങനെ കരഞ്ഞ് വിളിക്കണം. വീട് സംഭവം പുറത്തേക്ക് പൂട്ടിയിട്ടില്ല, അങ്ങനെ ചാരി വെച്ചിട്ടേ ഉള്ളൂ. ഉമ്മാനെ കാണലായിട്ട് മക്കളെ വിളിക്കണം. ഫസ്റ്റായിട്ട് തന്നെ നമ്മളെ മക്കൾ ഉണരുന്ന സമയത്ത് ആരായിരിക്കും നമ്മൾ വിളിക്കുക? എന്തൊക്കെ തന്നെയാലും ഉമ്മ തന്നെയല്ലേ വിളിക്കുക മക്കള്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇത് ഉമ്മ എന്ന് കുട്ടികളെ വിളി. പിന്നെ കരച്ചിലായി, കാണാൻ പിന്നെ കരയല്ലോ. അപ്പം അയൽവാസികളൊക്കെ ചെന്ന് നോക്കിയപ്പോൾ ഉമ്മാനെ കാണുന്നില്ല. അപ്പോഴാണ് പിന്നെ അറിഞ്ഞത് ഏതോ തൊട്ടപ്പുറത്തുള്ള ഒരു പണിക്ക് വന്ന ആളോ എന്തോ അറിയില്ല, അവരെയും കാണാനില്ല എന്നുള്ളൊരു ന്യൂസ് കിട്ടിയത്. അദ്ദേഹത്തിനും ഭാര്യയും മക്കളുണ്ടല്ലോ, ഇവൾക്കും ഭർത്താവും മക്കളുണ്ട്. പാവം എത്ര കഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി പോയതാണ് അല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സങ്കടം. പിഞ്ചു മക്കൾ ഉമ്മാനെ ഇങ്ങനെ ചോദിച്ച് കരയുമ്പോൾ ആ പെണ്ണിൻ്റെ ഒരു മനസ്സിലുണ്ടാവില്ല, പഠിച്ചവനെ എൻ്റെ കുട്ടി ഉണർന്നിട്ടുണ്ടാവുമോ, എൻ്റെ പൊന്ന് മോൻ ഉണർന്നിട്ടുണ്ടാവുമോ, മോൾ ഉണർന്നിട്ടുണ്ടാവും. 3 മക്കളെയും ഇവിടെ ഉറക്കി കിടത്തിയിട്ടേ പോയതേ. അവർ ഉണരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നെ കാണാഞ്ഞാൽ? അങ്ങനത്തെ ഒരു പ്രശ്നം ഇവർക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സങ്കടമായിട്ട് കേട്ടപ്പോൾ. ഏകദേശം ഞങ്ങളുടെ ഒരു ഫാമിലിയിൽ പെട്ട, അതായത് അവരുടെ അയൽവാസിയായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ശരിക്ക് അതൊരു ഷോക്കായി മാറില്ല. ആ മക്കളിട്ട് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ. സംഭവം ഭർത്താവിൻ്റെ വീട്ടിലും എത്തി. ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് തറവാട്ടിൽ എത്തി. ഇവരെ വേറെ ഒറ്റക്കാണ്. ഭർത്താവിനെ നേരെ വിളിച്ച് പറഞ്ഞു, എടാ എൻ്റെ ഭാര്യ ഇങ്ങനെ പൊയ്ക്കണല്ലോ, കാണാനില്ലല്ലോ അയൽവക്കത്തെ. ആ പണിക്ക് വന്ന അയാളെയും കാണാനില്ല, അവരും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കണ്, 2 പേരും പൊയ്ക്കണ്, 2 പേരെയും കാണാനില്ല മക്കൾ. അതിങ്ങോട്ട് കേൾക്കുമ്പോൾ എന്തായിരിക്കും ആ പ്രവാസിയായി ഭർത്താവിൻ്റെ ഒരു സങ്കടമല്ലേ. അദ്ദേഹം അപ്പം തന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് പോരുകയാണ്. പഠിച്ചവനെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് ഇവിടെ? ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ ഭാര്യ പോവേ, എൻ്റെ പൊന്നു മക്കളെ ഉപേക്ഷിച്ച് എൻ്റെ ഭാര്യ പോവേ. അയാളത് കേട്ട പാതി കേൾക്കാത്ത പാടി അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തിയപ്പോൾ ആ പൊന്നു മക്കളെ കണ്ടിട്ട് അയാൾ പൊട്ടിക്കരയാണ് ചെയ്തത്. പഠിച്ചോനെ ഈ കണ്ട ഇത്രയും വലിയ വീടും ഇത്ര സ്വത്തും എല്ലാം ഉണ്ടാക്കി ഫുള്ള് പണിയും കഴിഞ്ഞ് നല്ല അടിപൊളിയായി ജീവിക്കണ, നല്ല രീതിയിൽ അവൾക്ക് ഒരു കുറവും ഇവിടെ അല്ല. ഞാനാണെങ്കിൽ മാസത്തിൽ ശമ്പളമായിട്ട് ഇഷ്ടം പോലെ അയച്ചു കൊടുക്കണേ. അപ്പം എന്താ ഇവളടുത്തുള്ള ആഭരണങ്ങളും ക്യാഷും ആയിട്ടാണ് അവൾ മുങ്ങിക്കണമെന്നാണ് പറഞ്ഞത്. ഭർത്താവല്ല കാമുകൻ അതും കൂടി എടുക്കാൻ പറഞ്ഞു. എന്താ സ്ഥിതി?
അയാൾ ആ ഗൾഫിൽ നിന്ന് വന്ന ഉപ്പ ആ നിമിഷം ഈ മക്കളെ കണ്ടിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ആ നിമിഷം തന്നെ ഇതാ അവളെ തൊലാക്ക് ചെല്ലുകയാണ് ചെയ്തത്. ആ നിമിഷം വേറൊന്നും ആലോചിച്ചില്ല, തിരിഞ്ഞും മറിഞ്ഞും ആലോചിച്ചില്ല. എനിക്ക് ഞൊള വേണ്ട, ഞാൻ അവളെ ഒഴിവാക്കി. എത്ര പെട്ടെന്ന് ഒരു ഡൈവേഴ്സ് അവിടെ കഴിഞ്ഞു. എന്നാലോ പിന്നത്തെ സ്ഥിതി എന്തായിരിക്കും? അയാൾ അവളുടെ അടുത്തുള്ള സ്വർണങ്ങൾ ഒക്കെ എടുത്ത് വിറ്റ് ക്യാഷാക്കി അവർ അതുവരെയൊക്കെ ജീവിച്ച് പിന്നീട് അവിടെ ഒരു ക്വാർട്ടേഴ്സിൽ നിന്നോ അവിടെ ഇവിടെയൊക്കെ കണ്ടിരുന്നു. പിന്നെ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവ് വന്നു എന്നെ ഒഴിവാക്കി എന്നുള്ളതൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഇവരുടെ അടുത്തുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവസാനം ഇയാൾ ചോദിക്കണ് ഇനിയിപ്പോൾ എന്താ പരിപാടി? ക്യാഷ് വേണമല്ലോ ജീവിക്കാൻ. എൻ്റെ കൂട്ടുകാരന് അന്ന് ഞാൻ ഒരു ദിവസത്തിന് അത് കേട്ടപ്പോൾ അവൾക്ക് അപ്പോഴാണ് ആ പെണ്ണിന് ബോധോദയം ഉണ്ടായത്. നിങ്ങളെന്തേ പറയണത്? ഞാൻ അത്രക്കും നിങ്ങളെ വിശ്വസിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഇപ്പം എന്താ നിങ്ങളെ എന്നെ കാഴ്ച വെക്കുമെന്ന് പറയേ? എന്താ നിങ്ങളെ പറയണത്? അയാളുടെ വാക്ക് കേട്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. താൻ ചതിക്കപ്പെട്ടു എന്നുള്ള കാര്യം ആ പെണ്ണിന് മനസ്സിലായി. ഇതൊക്കെ വളരെ വൈകിയാണ് മനസ്സിലാകുന്നത്, അതാണ് സംഭവം. ആദ്യം തന്നെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ആ പെണ്ണിനെ നല്ലൊരു ഭർത്താവിന് നഷ്ടപ്പെടുമായിരുന്നോ? എന്താ ചെയ്യുക? പെണ്ണ് പിന്നെ ഇറങ്ങിപ്പോരാണ് അവൻ്റെ അടുത്തുനിന്ന്. കാരണം എന്താ, ഇനി അവൻ്റെ അടുത്ത് നിന്നാൽ തൻ്റെ കൂട്ടുകാർക്ക് കാഴ്ചവസ്തുവായി നിന്ന് കൊടുക്കണം, അങ്ങനെ ക്യാഷ് ഉണ്ടാക്കും. അങ്ങനെ അവൾ അവൻ്റെ അടുത്തുനിന്ന് കാണാതെ ഇറങ്ങിപ്പോന്നെ എങ്ങോട്ടാ? 3 മക്കളും ഭർത്താവുള്ള ആ വീട്ടിലേക്കല്ല, ഒരിക്കലും അങ്ങോട്ട് അവൾക്ക് പ്രവേശനമല്ല. കാരണം എന്താ, അവളെ തൊലാക്ക് ചൊല്ലിയതാണ്, അവൾ ഒഴിവാക്കിയതാണ്. അവളുടെ വീടിൻ്റെ ഉമ്മറത്ത് വന്ന് കരയാണ്, അവളുടെ സ്വന്തം വീടിൻ്റെ, അതായത് ഉമ്മയും ഉപ്പയൊക്കെയുള്ള വീടിൻ്റെ. എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, എനിക്ക് എന്താ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ് തല തല്ലി കരയണമെന്നു. എന്ത് ചെയ്യാൻ? ആ ചങ്ങായി പറഞ്ഞു, പുതിയാപ്പിള എന്താ പറഞ്ഞെന്നോ, ഹേയ് ഇനിയിപ്പോൾ വന്നാലും വേണ്ടില്ല, സാജിദ എന്നായിരുന്ന പെണ്ണിൻ്റെ പേര്, വന്നാലും വേണ്ടില്ല വന്നില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് ഞാൻ പെണ്ണിനെ വേണ്ട എന്ന് മുറിച്ച് പറഞ്ഞ് ഒഴിവാക്കിയതല്ലേ. അതോടുകൂടി ആ പെണ്ണിൻ്റെ ജീവിതം നശിച്ചു, ഒന്നിനും പറ്റാതായി. ഒന്നിനെന്ന് വെച്ചാൽ എന്താ, അവനെ കുറേ ഉപയോഗിച്ച് ഇവളെ ഒഴിവാക്കി. ഏതായാലും 3 മക്കളും ഭർത്താവും ഉണ്ട്, പക്ഷേ ഭർത്താവ് ഒഴിവാക്കി. മക്കളും ഉമ്മയെ കാണാൻ വേണ്ടി കരയൊക്കെ ചെയ്യും, അതൊക്കെ പിന്നെ പക്ഷെ പിന്നെന്താ ചെയ്തെന്ന് വെച്ചാൽ ഭർത്താവ് വേറൊരു കല്യാണം കഴിച്ചു. ആ ഒരു വലിയ വീട്ടിൽ ആ ഒരു പെണ്ണായി പിന്നെ ജീവിക്കൽ അയാളുടെ ഭാര്യയായിട്ട്. അപ്പോൾ ഈ പെണ്ണൊരിക്കലും ചിന്തിച്ചില്ല ആദ്യം, പഠിച്ചോൻ ഇതൊക്കെ എനിക്ക് നഷ്ടപ്പെടുമല്ലോ, ഞാൻ ഒരു തെറ്റായ രീതിക്കാണ് ഞാൻ പോകുന്നത്. അല്പസമയത്തൊരു സ്നേഹം, അല്പസമയത്തൊരു സുഖത്തിന് വേണ്ടി മറ്റൊരാളുടെ കൂടെ എല്ലാം ഒഴിവാക്കി ഇറങ്ങിപ്പോണ നിമിഷം ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, എല്ലാം അവരായിരിക്കും, അവരെന്നെ സ്നേഹം തന്ന് നല്ല രീതിയിൽ സംരക്ഷിക്കും, നോക്കും, എല്ലാം ചെയ്യും എന്നൊക്കെ ആയിരിക്കും. പക്ഷേ എന്തൊക്കെ തന്നെയായാലും സാജിദയുടെ ആ ഒരു സ്ഥിതി അങ്ങനെ ആയി തീർന്നു. അപ്പോൾ എന്തൊക്കെ തന്നെയാലും എനിക്ക് പഠിച്ച റബ്ബ് നമ്മളെല്ലാവരെയും, അതായത് ആരാണ് ഇബ്ലീസിൻ്റെ കെണിയിൽ പെടുക എന്ന് പറയാൻ പറ്റില്ല, നമ്മളെല്ലാവരെയും പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. നമ്മളെയും നമ്മളെ മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ, ആണിനായാലും പെണ്ണിനായാലും ഒക്കെ അതന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നേരായ മാർഗത്തിൽ നമ്മളെല്ലാവരെയും നടത്തട്ടെ. ഒരു തെറ്റും ചെയ്യാതെ ഹറാമിലേക്കൊന്നും പോകാതെ നമ്മുടെ മക്കളെയും ഒക്കെ കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. അനുഭവങ്ങളാണ് പിന്നീട് നമുക്ക് ഓരോന്ന് വേണ്ടില്ലായിരുന്നു എന്ന് പിന്നെ തോന്നിപ്പോകുമല്ലോ. അങ്ങനെയൊക്കെ ഓരോന്ന് തെറ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഒരിക്കലും ആ നല്ലൊരു ജീവിതം, ആദ്യത്തെ ജീവിതം തിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മളെ സാജിദയെ പോലെ, സാജിദ എത്ര നല്ല രാജകുമാരിയെ പോലെ ഒരു വീട്ടിൽ കഴിയായിരുന്നു, എന്തൊരു സുഖമായിരുന്നു. ഭർത്താവ്, മക്കൾ, ആവശ്യത്തിനിലേറെ ക്യാഷ് എല്ലാം കൂടെ എപ്പോഴേ അങ്ങനെ ഒരു അമുസ്ലിം യുവാവിനോട് അങ്ങോട്ട് കൂട്ടുകൂടി. പിന്നെ അവരില്ലാതെ ജീവിക്കാൻ കഴിയൂല എന്നായി, മക്കളെ വിട്ടുപോയി. അവസാനം എന്തായി, ഭർത്താവ് വന്നു, ഡൈവേഴ്സും കഴിഞ്ഞു. അവളിപ്പോൾ ഏതോ പറയുന്നത് കേട്ടിരുന്നു, എവിടെയോ ഒരു സ്ഥാപനത്തിൽ എന്തിനാ ജോലിക്കോ ക്ലീനിങ്ങിനോ അങ്ങനെ എന്തൊക്കെ പോകണം, ജീവിക്കണ്ടേ. വീട്ടിൽ ആങ്ങളാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്നും ഈ പെങ്ങളെ നോക്കും, അങ്ങനെ കാട്ടിപ്പോയിട്ട് സ്വന്തം ജീവിതത്തിന് വേണ്ടി ആ പെണ്ണ് പിന്നെ അങ്ങനെ എന്തൊക്കെ കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടത്. എന്തായാലും പഠിച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി വരും കേട്ടോ. റമദാൻ കഴിഞ്ഞിട്ട് മതിയോ അതോ ഞാൻ ഇപ്പം തന്നെ വേണോ നിങ്ങളൊന്ന് പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം.
അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോവാം ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.